ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് കോട്ടൺ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. റണ്ണിങ് ഫാബ്രിക് തന്നെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്സ്. ഇത് ഒത്തിരി നാളായിട്ട് കുറെ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. വേറെ ഇതുമല്ല, ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ഫാബ്രിക് തന്നെയാണ്. സോ നമ്മളിത് നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ 1-2 പ്രിന്റുകൾ നമ്മൾ ചെയ്തായിരുന്നു. സോ ആ ഒരു ടൈമിൽ നമുക്കത് ഫുള്ള് സോൾഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ഞാൻ എനിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ എപ്പോഴോ പർച്ചേസിന് പോയപ്പോഴോ എയർപോർട്ടിൽ നിന്നൊരു ഫോട്ടോ ഞാൻ എടുത്തത് ഞാൻ സ്റ്റാറ്റസ് ആയിട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. അന്ന് മുതൽ ഒത്തിരി എൻക്വയറി ഉണ്ട്. കാരണം ഇത് സ്റ്റിച്ച് ചെയ്തിട്ടപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു, നല്ല രസമുണ്ട്. ഭംഗിയായിരുന്നു അല്ല, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ ഇത്രയും ഭംഗി പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ പർച്ചേസിനൊക്കെ പോകുമ്പോൾ റഫായിട്ട് കോൺസെപ്റ്റ് പോലെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ തയ്പ്പിച്ചാണ്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇത്രയും ഭംഗി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സുഖമാണ് ഇടാനായിട്ട്. ഞാൻ റഫ്യൂസിനൊക്കെ വേണ്ടിയിട്ട് തയ്പ്പിച്ചാണ്, പക്ഷെ നല്ല ലുക്ക് ഉണ്ട് കാണാൻ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. സോ ഈ ഒരു ഫാബ്രിക്കും ഇതിന്റെ വേറെ കുറെ പ്രിന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്തിരുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം. വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം. വാട്സപ്പിൽ നിന്ന് നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഷോപ്പിലേക്ക് വരാനായിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് മെറ്റീരിയൽ സോൾട്ട് ആയി പോകും പെട്ടെന്ന് തന്നെ. അതുകൊണ്ടാണ്, കാരണം ഇതിനൊക്കെ ഒത്തിരി എൻക്വയറി കുറെ വെയിറ്റിംഗും ഉള്ള ഫാബ്രിക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. സോ എല്ലാ ഫാബ്രിക്കും നമുക്ക് ചിലപ്പോൾ ഷോപ്പിൽ വരുമ്പോൾ ഓൺലൈനിൽ കാണിക്കുന്നുണ്ടാവണമെന്നില്ല. സോ ആളുകൾ വരുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ചിലതൊക്കെ ഉണ്ടാവാറുണ്ട്, ചിലത് സോൾട്ട് ആയി പോകും. പിന്നെ അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് വാഷിൽ കളർ ബ്ലീഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ഒന്നെങ്കിൽ നിങ്ങൾ കളർ കാർഡ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് വാഷ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം വാഷ് ചെയ്തു, ഒത്തിരി പ്രാവശ്യം ഇട്ടു. എനിക്കിവിടെ ഷോപ്പിലൊക്കെ ഒത്തിരി വർക്കുള്ള ദിവസമൊക്കെ ഞാൻ ഇങ്ങനത്തെ ഇട്ടുകൊണ്ട് വരുന്നത്. സോ നമ്മൾ നേരെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ അലക്കി നല്ല അടിപൊളിയായിട്ട് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ. ആൻഡ് ഇത് കളർ ബ്ലീഡ് ആവുന്നതിന് എടുത്ത് പറയാൻ കാരണം, നമുക്ക് നോർമൽ വാഷ് ചെയ്യാം, പക്ഷെ ഫസ്റ്റ് വാഷിൽ ചെറുതായിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ്, ഇച്ചിരി ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡ് അല്ലേ. സോ അതൊന്ന് ലൈറ്റ് ആയിട്ടൊരു പിങ്ക് ഷെയ്ഡ് ആ വെള്ളത്തിൽ ഉണ്ടായിരുന്നു ഞാൻ വാഷ് ചെയ്തപ്പോൾ. ഞാൻ എല്ലാ ഡ്രസ്സും ഫസ്റ്റ് വാഷ് സെപ്പറേറ്റ് വാഷ് ചെയ്യുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഉടനെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടുന്നത് ഏത് മെറ്റീരിയൽ ആണെങ്കിലും കേട്ടോ. ഇപ്പം കളർ ചിലപ്പോൾ പോകത്തില്ലായിരിക്കും, എന്നാലും ഫസ്റ്റ് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടുന്നത് നമുക്ക് മറ്റ് ഡ്രസ്സിലും ആവത്തില്ല. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിരുന്നു ഇത് ഫസ്റ്റ് വാഷ് ചെയ്തത്. അപ്പം ചെറുതായിട്ട് ഒരു പിങ്ക് കളർ വെള്ളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട്, ഭയങ്കരമായിട്ട് കളർ പോയി നരച്ചു പോയിട്ടൊന്നുമില്ല. അതേ ലുക്ക് ഇപ്പോഴും ഉണ്ട്, അതേ ഭംഗിയും അതേ ക്വാളിറ്റിയും ഇപ്പോഴും ഈ ഫാബ്രിക്കിനുണ്ട്. ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്താണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വേർതിരിക്കുന്ന ഫാബ്രിക് തന്നെ കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. കൂടുതൽ പറയണ്ടല്ലോ, ഇങ്ങനെ വരുന്നു പ്രിന്റ്. നല്ലൊരു പേസ്റ്റൽ ബ്രൈറ്റ് പിങ്ക് ആണ് കേട്ടോ. ഇതാണ് പ്രിന്റ് വരുന്നത്. നല്ല എലഗന്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. ആൻഡ് 56 ഇഞ്ചസ് ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ 250 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ഞാൻ തയ്ക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ എനിക്കിത് തികഞ്ഞില്ല. അന്ന് ഫുള്ള് തീർന്നു പോയായിരുന്നു. ഇത് അടിപൊളിയാണ്. ഇതൊരു കസ്റ്റമർ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഈ പിങ്ക് പോലെ തന്നെ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇത് വന്നിരിക്കുന്ന ഒരു ലെമൺ ഗ്രീൻ ആണ്, ഒരു പഴുത്ത് വരുന്ന നാരങ്ങയുടെ ഒരു ഷെയ്ഡാണ്. അതിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ്. 250 പെർ മീറ്റർ. നമുക്ക് ഒരു 3.75 മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരും. അടുത്ത നമുക്ക് നല്ലൊരു ജെറ്റ് ബ്ലാക്കും ഒരു യെല്ലോയിഷ് ക്രീം ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് ആണ്. ഒരു ഓഫ് വൈറ്റും ബ്ലാക്കും നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് പോലെ വേണ്ട, ടോപ്പ് മാത്രം മതിയെങ്കിൽ 1.25 മീറ്റർ മതി. കുറച്ച് വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ 2 മീറ്റർ അത്രയും മാക്സിമം മതി. എന്നിട്ട് ബ്ലാക്ക് ബോട്ടമിന്റെ കൂടെ പെയർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരുന്നു 250 പെർ മീറ്റർ. നെക്സ്റ്റ് പ്രിന്റ് വന്നിരിക്കുന്ന നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ. നല്ല മൾട്ടി കളർ പ്രിന്റ് ആണ്. നല്ല രസമുണ്ട്. പിങ്ക് ഉണ്ട്, സ്കൈ ബ്ലൂ, യെല്ലോ, ഗ്രീൻ, വൈറ്റ് എല്ലാ ഷെയ്ഡ്സും ഉള്ള ഒരു ഫാബ്രിക് ആണ്. നമ്മൾ ബേബി ഫ്രോക്സിലൊക്കെ ഈ ഒരു പ്രിന്റ് കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഡ്രസ്സാണ് കേട്ടോ. നമുക്കും കോൺസെറ്റ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണ്. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 250. 56 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. അടുത്ത കണ്ടോ, ഇതിങ്ങനെ നമ്മൾ താഴോട്ട് വിഡ്ത്ത് വൈസ് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനാണ് ഈ ഒരു ഫാബ്രിക് ഉള്ളത്. ഇതൊരു 1.25 മീറ്ററിൽ നമുക്ക് അടിപൊളി ഒരു കുർത്തി വിത്ത് വൈറ്റ് പലാസോ ഒക്കെ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഡെയിലി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു വൈബ്രന്റ് ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് വരുന്ന നല്ലൊരു പാറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. നല്ല വൈബ്രന്റ് ഷെയ്ഡാണ്, നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇത് ഇഷ്ടമുള്ളവർ മാത്രം എടുക്കുക. പക്ഷെ നല്ല രസമായിരിക്കും ഇത് തയ്ച്ചിട്ടാൽ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. ഇത് കണ്ടിട്ട് ഞാൻ ഒരെണ്ണം 1.75 മീറ്റേഴ്സ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇങ്ങനെ വരുന്നു. ഇതിന്റെ വിഡ്ത്തും 56 ഇഞ്ചസ് ആണ്. 250 പെർ മീറ്റർ.
ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇത്രയും ലെങ്ത് ഉണ്ട്, കണ്ടോ, നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു വൈറ്റ് ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ കൂടെ പെയർ ചെയ്താൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാം, കാഷ്വൽ വെയർ ആയിട്ട് ഇടാം. ഇങ്ങനെ വരുന്നു. ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ബോട്ടം ഫാബ്രിക്കുമായിട്ട് നിങ്ങൾ കോർസെറ്റ് പോലെ എടുക്കാം കേട്ടോ. നല്ല വൈബ്രന്റ് ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. 250 per meter. അടുത്ത വൈറ്റ് ആൻഡ് പിങ്ക് ആണ് കേട്ടോ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഈ ഒരു പാറ്റേണിൽ കുറേ കോർസെറ്റുകൾ റെഡിമെയ്ഡ്സ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. സോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഫാബ്രിക്, എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇങ്ങനത്തെ ഫാബ്രിക് എടുത്ത് ചെയ്യുന്നതാണ് റെഡിമെയ്ഡ് എടുക്കുന്നതിനേക്കാൾ. അതുകൊണ്ട് തന്നെ ഞാൻ കോർസെറ്റുകളും ഫാബ്രിക് എടുത്ത് തന്നെയാണ് ചെയ്യാറ്. കാരണം എപ്പോഴും നമ്മൾ കാണുന്ന ടൈപ്പ് അല്ലാണ്ട് നമ്മുടേതായിട്ടുള്ള പാറ്റേണിൽ നമുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഫാബ്രിക് കട്ട് ചെയ്യുന്ന എടുത്ത് എൻ്റെ ഷേപ്പിന് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇഷ്ടം. കാരണം നമ്മൾ റെഡിമെയ്ഡ് എത്ര എടുത്തു എന്ന് പറഞ്ഞാലും കറക്റ്റ് ഇതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഈ ടൈപ്പ് തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. 56 inches ആണ് വിട്ട് വന്നിരിക്കുന്നത്. 250 per meter. ഇന്നത്തെ ഓരോ പ്രിന്റും അടിപൊളി പ്രിന്റുകളാണ്. നല്ല രസമുള്ള വൈബ്രന്റ് ഷെയ്ഡ്സ് ആണ് ഇന്നത്തെ എല്ലാ കളക്ഷൻസ്. ഇത് കണ്ടോ, നല്ല രസമുള്ള ഇത് ഫാബ്രിക് വരുന്ന മൽമൽ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഇത് കണ്ടോ, ഒട്ടും കനമില്ല, ഇത്രയും കനമുള്ളൂ. ഇത് കൈ കെട്ടി കഴിയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇതിൻ്റെ ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഇത് മൽമൽ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. സോ ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് ഒരുവിധം അത്യാവശ്യം നന്നായിട്ട് കട്ടായതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇത് ബോട്ടം കോർസെറ്റ് പോലെ തയ്ക്കുവാണെങ്കിൽ ബോട്ടത്തിന് ലൈനിങ് കൊടുക്കേണ്ടി വരും, ടോപ്പിന് ലൈനിങ് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വരുന്നു. 175 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് 44 inches. നോർമൽ വിട്ടാണ്. നമ്മൾ 2.5 meter ടോപ്പിന്, 2 meter ബോട്ടത്തിന്. ഇത് ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്യായിരിക്കും നല്ല. കാരണം ഇത് വളരെ തിൻ ഫാബ്രിക് ആണ്. ഇത് കണ്ടോ, മൽമൽ കോട്ടൺ ആണ്. സോ നല്ല സോഫ്റ്റ് ഫാബ്രിക്സ് ഇടുന്നവർക്ക് എടുക്കാവുന്നതാണ്. ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ലൈനിങ് ഇടണം കേട്ടോ. ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാമെങ്കിൽ ബോട്ടത്തിന് എടുത്താലും നല്ല രസമായിരിക്കും. ഇങ്ങനെ വരുന്നു. 175 per meter, 44 inches വിട്ട്. അടുത്തത് നമുക്ക് 175 per meter, 44 inches വിട്ടിൽ വരുന്ന ഫാബ്രിക് തന്നെയാണ്. ഇങ്ങനെ വരുന്നു. നല്ലൊരു യെല്ലോ ടോൺ ആണ്. അതിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ്. ഒരു ചെറിയ വൈറ്റ് ലേസ് ഒക്കെ കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. ബോട്ടത്തിന് എടുക്കാം, നല്ല രസമാണ്. 175 per meter, 44 inches വിട്ട്. അടുത്തതും ഇങ്ങനെ വരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ബ്ലാക്ക് കളറിലേക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. അതിലേക്ക് പീച്ച് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലേക്ക് പ്രിന്റ് വരുന്നു. കോർസെറ്റിന് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് 44 inches വിട്ട്, 175 per meter. നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ. അതിന്റെ കളർ കോമ്പിനേഷൻ ആണ് ഏറ്റവും ഭംഗി കേട്ടോ. ഇത് വൈറ്റ് ബേസ് കളർ വന്നിട്ട് അതിലേക്ക് ഒരു ബ്ലൂയിഷ് ലാവൻഡർ ടോണും നല്ലൊരു ഡാർക്ക് ബ്ലൂ ടോണിലേക്കാണ് എൻ്റെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. കണ്ടോ കോമ്പിനേഷൻ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. 175 ആണ് പെർ മീറ്റർ റേറ്റ്, 44 inches വിട്ട്. ഇതും നമുക്ക് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള കോർസെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഒരു കൂടിയ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ പ്രിന്റ് ആണ് ഏറ്റവും ഭംഗി. ഇത് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ വലിയ ഇത് തോന്നില്ല, പക്ഷെ ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. കുറേ പേര് എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഫാബ്രിക് ആണ്. പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തുള്ള നല്ലൊരു ചിക്കു ഷെയ്ഡാണ് ബേസ് കളർ വരുന്നത്. അതിലേക്ക് നല്ലൊരു ലൈറ്റ് ഡാർക്ക് ഒരു മജന്ത ടോൺ, പിങ്ക് ടോൺ എല്ലാം കൂടെ വരുന്ന ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. 250 ആണ് പെർ മീറ്റർ റേറ്റ്, 44 inches വിട്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വന്നിരിക്കുന്നത് 139 per meter വരുന്ന കാന്ത കോട്ടൺ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ. നല്ലൊരു രസമുള്ളൊരു നേവി ബ്ലൂ ടോൺ ആണ്. അതിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് വന്നിരിക്കുന്നു. പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് 139 ആണ്, 44 inches ആണ് വിട്ട്. അടുത്ത കാന്ത കോട്ടണിലേക്ക് ഇതാ ഇങ്ങനെ വന്നിരിക്കുന്നു പ്രിന്റ്. നല്ലൊരു കോഫി ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്ലാക്കിഷ് കോഫി ഷെയ്ഡാണ്. അതിലേക്ക് ഗ്രീനും ഒരു ബ്രൗൺ ഷെയ്ഡ്, നല്ല രസമുള്ള ഗ്രീനുകളാണ് കൊടുത്തിരിക്കുന്ന പ്രിന്റ്. നല്ലൊരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ വരുന്നു. 139 per meter, 44 inches വിട്ട്. അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും പ്രിന്റും ആണ്. നല്ലൊരു ഡീപ്പ് മെറൂൺ, ഒരു ബ്രൗൺ ഷെയ്ഡ്. ബ്രൗൺ ഷെയ്ഡിലേക്ക് നല്ലൊരു ഇലക്ട്രിക് ബ്ലൂവോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പ്രിന്റ് കളർ കോമ്പിനേഷനും അടിപൊളിയാണ്. കോർസെറ്റ് വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇങ്ങനെ വരുന്നു. 139 ഉള്ളൂ പെർ മീറ്റർ റേറ്റ്, 44 inches ആണ് വിട്ട്. നെക്സ്റ്റ് നമുക്ക് പ്രിന്റഡ് ഹക്കോബ ഫാബ്രിക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 പ്രിന്റുകളാണ് നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഹക്കോബ ഫാബ്രിക് ആണ്. ഇത് ഹോളാണ് കേട്ടോ. ഇത് കണ്ടോ, ഹോളുള്ള ഫാബ്രിക് ആണ്. അതിലേക്കാണ് ഒരു പ്രിന്റ് ചെയ്തിരിക്കുന്നത്. നല്ല കൂടിയ കോട്ടൺ ഫാബ്രിക് ആണ്. ഈ ഒരു മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ഒരു 170 മുതൽ അവൈലബിൾ ആണ് നമുക്ക് മാർക്കറ്റിൽ. അത് ഫാബ്രിക്കിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. നമുക്ക് ഇപ്പോൾ ഹോൾസെയിൽ നമ്മൾ എടുക്കുവാണെങ്കിലും പല ക്വാളിറ്റിയിലുള്ള ഫാബ്രിക്കുകളുണ്ട്. നമുക്ക് 175 ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, 195 ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, അങ്ങനെ പല ക്വാളിറ്റിയിൽ ചെയ്യുന്ന മാർക്കറ്റിൽ ഉണ്ട്, ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പക്ഷേ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്നതല്ല.
ഫാബ്രിക്കിന്റെ ക്വാളിറ്റി കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രൈസ് കമ്പയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇനിയിപ്പോൾ ഇതിലും റേറ്റ് കൂടിയ ഒരു ഫാബ്രിക് വേറെ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഫാബ്രിക്കിന്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പ്രത്യേകം. ഇത് 205 205 പെർ മീറ്റർ വരുന്ന മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ. നെക്സ്റ്റ് പ്രിന്റ് ഇങ്ങനെ വന്നിരിക്കുന്നു. നല്ല രസമുള്ളൊരു പേസ്റ്റൽ ഗ്രീനിലേക്ക് മൾട്ടി കളർ പ്രിന്റ് കൊടുത്തിട്ട് ഹക്കോബയാണ് ഫാബ്രിക്. ഹോൾസ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് കണ്ടോ, ഹോളുള്ള മെറ്റീരിയലാണ്. സോ കോട്ട് സെറ്റിന് എടുക്കുമ്പോൾ ബോട്ടം തയ്ക്കുമ്പോൾ ഈ ഹോൾ ഉള്ളതുകൊണ്ട് തന്നെ ലൈനിങ് ഇട്ട് തയ്ക്കേണ്ട വരും കേട്ടോ. ഇങ്ങനെ വരുന്നു. 205 205 പെർ മീറ്റർ 44 ഇഞ്ചസ് വെയിറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളാം. വാട്സ്ആപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത് ചാനൽ. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.